ജ്യേഷ്ഠത്തിയെ അമ്മയ്ക്ക് തുല്യമായി കാണുന്ന ബന്ധം. ഇതൊന്നും പഠിച്ചിട്ടില്ലേ പിന്നെ നമ്മുടെ ജീവിതം പട്ടികൾക്ക് തുല്യമാവില്ലെന്ന്. ഇതെല്ലാം കുട്ടികളെ ബോധ്യപ്പെടുത്തണ്ടേ? ഇതെങ്ങനെ കുട്ടികൾക്ക് മനസ്സിലാവൂ? ഒരു സ്ത്രീയെ കാണുമ്പോൾ അത് ബന്ധങ്ങളൊന്നും നോക്കണ്ട, വെറും ഒരു ലൈംഗിക ഉപകരണമായി കാണുന്ന വൃത്തികെട്ട യുവാക്കൾ ഇല്ലുമിനാറ്റികളായി വളർന്നു വരുമ്പോ ഇതിന്റെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം മനസ്സിലായോ? ഇല്ലുമിനാറ്റി എന്ന് പറഞ്ഞ് തുള്ളുന്ന കുട്ടികളില്ലേ, ആ കുട്ടികൾ എന്താ പാടുന്ന? മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങളോ മതിയാക്ക്, ഇതൻ പാത എൻ അധികാരം, വഴിതെറ്റാനും ഉണ്ട് അവകാശം. തനി നിറമെടുത്തണിയണ നെഞ്ച്, കാട്ടുതോന്യാസം. ഇതാ പുതിയ കുട്ടികളെ പാട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്, ഇല്ലുമിനാട്ടി. ഇതാ കുട്ടികളെ പാട്ട്. കുട്ടികളെ കുറ്റം പറയണ്ട. നിങ്ങൾ ഈ രാമായണത്തിന്റെ ഒരു പാഠം ഒരർത്ഥം മക്കൾക്ക് പറഞ്ഞു കൊടുത്തോ? ഈ വിദേശത്തൊക്കെ ഒരു അച്ഛനും അമ്മ എന്നുള്ള രീതിയിൽ ഏറ്റവും വലിയ ക്രൈം എന്താണെന്നറിയോ? ഏറ്റവും വലിയ ക്രൈം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മുമ്പ് വെച്ച് വഴക്കടുന്നതാണ്. അടിക്കണമെന്നുമില്ല കേട്ടോ, കുനിച്ചിർത്തി ഇടിക്കണമെന്നുമില്ല, കൈകൊണ്ട് അടിക്കണമെന്നുമില്ല. കുട്ടികളുടെ മുമ്പിൽ വെച്ച് സ്വരമുയർത്തി സംസാരിക്കുന്നതാണ് ഏറ്റവും വലിയ കുറ്റം. നമ്മളത് എത്ര പേര് ചെയ്യുന്നുണ്ട്? ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ച് വഴക്കിടരുത് എന്നൊരു ബോധ്യം നമുക്ക് എത്ര പേർക്കുണ്ട്? സ്വയം ആത്മപരിശോധന നോക്കുക. അവിടെ തുടങ്ങിയാണ് നിങ്ങൾ ഈ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നില്ലേ, താളം തെറ്റുന്ന കുടുംബം എന്ന് പറയുന്നത്. കുട്ടികളുടെ മാത്രം പ്രശ്നമല്ല, നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മളും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതങ്ങനെ തന്നെ തുടരുന്നതിനാൽ കുട്ടികളുടെ വലിയ രീതിയിലുള്ള ശ്രദ്ധ അപ്പം പണ്ടത്തെ പോലെയല്ല. പണ്ട് വീടുകളിലൊക്കെ 5ഉം 10ഉം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 1ഉം 2ഉം ഒക്കെ ഉള്ളൂ. അപ്പോൾ അധിക നല്ല രീതിയിൽ ശ്രദ്ധ ചിലർത്തി അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ നമ്മളതിനു വേണ്ടി എത്ര പേര് ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് നാം ശ്രദ്ധിക്കണം. കുട്ടികളുടെ പഠിത്തത്തിൽ ഒരു ദിവസവും സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവരുടെ പുസ്തകങ്ങളൊന്നും എടുത്ത് നോക്കി എന്താണെന്ന് പുതുതായിട്ട് പഠിച്ചതെന്ന് അവരോട് ചോദിക്കുക. അവരുടെ പഠിത്തത്തിന് നമുക്ക് താല്പര്യമുണ്ടെന്നുള്ള രീതിയിൽ ജനിപ്പിക്കുന്ന രീതിയിൽ അവരോട് പെരുമാറുക, സംസാരിക്കുക, തുറന്ന് സംസാരിക്കുക. ഇതിനൊക്കെ എത്ര പേര് തയ്യാറാകുന്നുണ്ടോ? നമ്മളും ആത്മപരിശോധന നടത്തേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിക്കുന്നത്. കുട്ടികൾക്ക് പല രീതിയിലുള്ള അഡിക്ഷൻസ് വരാം. പ്രത്യേകിച്ചും അഡോളസൻസ്, യുവത്വം വരുമ്പോഴത്തേക്ക് ഒരുപാട് അഡിക്ഷൻസ് വരാം. അവരുടെ ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഒരു കാലഘട്ടമാണ്. ഇതെല്ലാം നാം മനസ്സിലാക്കിയിരിക്കണം. ആ സമയത്ത് കുട്ടികളുടെ പെരുമാറ്റത്തിൽ പെട്ടെന്നൊരു മാറ്റം വരും. ഈ ടീനേജിലേക്ക് കടക്കുമ്പോൾ അതുവരെ കുട്ടിത്തമായിരുന്ന കുട്ടികളിൽ നിന്നും പെട്ടെന്നൊരു മാറ്റങ്ങൾ സംഭവിക്കും. ഈ മാറ്റങ്ങൾ അവർ മനഃപൂർവ്വം ഉണ്ടാകുന്നതെല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അവരുടെ ഹോർമോണിൻ്റെ ചേഞ്ചസിൻ്റെ ഭാഗമാണ്. ഒരുപാട് ക്യൂരിയോസിറ്റി ഉണ്ടാകും. ആണും പെണ്ണും രണ്ടാണെന്നുള്ള ഒരു ചിന്ത വരികയും അതിനെക്കുറിച്ചുള്ള ക്യൂരിയോസിറ്റി വരുമ്പോഴും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ശരീരത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഒരു കാലഘട്ടമാണ്. ഇതെല്ലാം നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കണം. അതിനനുസരിച്ചിട്ട് മാനസികമായിട്ട് അവരെ കൈകാര്യം ചെയ്യാൻ സാധിക്കണം. അവിടെ എല്ലാത്തിനും നമ്മളിങ്ങനെ എതിർക്കുകയും ഉറക്കി സംസാരിക്കുകയും അവരോട് ഒപ്പം നിൽക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാലാണ് അവർ മൂഡ് സ്വിങ് ഉണ്ടാകും, ഡിപ്രഷനിലേക്ക് പോകും. അങ്ങനെ പല രീതിയിൽ അവരുടേതായ രീതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തും. ഹൗ ടു ഗെറ്റ് പ്ലഷർ. എല്ലാ മനുഷ്യരും അങ്ങനെയാണല്ലോ. നമ്മുടെ ശരീരത്തിനാണെങ്കിലും മനസ്സിലാണെങ്കിലും ഒരു സന്തോഷം നൽകുന്ന ഉപാധി എന്താണെന്നുള്ളതിനെക്കുറിച്ച് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വന്നതോടുകൂടി നമ്മുടെ സ്മാർട്ട് ഫോൺ കയ്യിൽ ഒതുങ്ങുന്ന ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇതെല്ലാം കിട്ടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ആയപ്പോഴത്തേക്ക് കുട്ടികൾ എങ്ങോട്ട് വേണമെങ്കിലും സെർച്ച് ചെയ്ത് പോവാം. അപ്പോൾ ആ രീതിയിലൊക്കെ പോകുമ്പം എന്താണ് നല്ലത്, എന്താണ് തിന്മ, ഇത് സമൂഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ സമൂഹത്തിലും വ്യത്യസ്തമായ രീതിയിൽ കുറേ ക്രൈറ്റീരിയ ഉണ്ട്, കുറേ നിബന്ധനകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുട്ടികളിലേക്ക് പതുക്കെ പകർന്നു നൽകുകയും എന്താണ് നന്മ, എന്താണ് തിന്മ, ഇതവരെ പഠിഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന അധ്യാപകരുടെ മാത്രം ഉത്തരവാദിത്വമല്ല. അതിൽ ഏറ്റവും വലിയ ലീഡ് എടുക്കേണ്ടത് ഓരോ രക്ഷകർത്താക്കളുമാണെന്നുള്ളതാണ്. അധ്യാപകർ നമുക്ക് എല്ലാ കുട്ടികളിലേക്കും എത്താൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ കുട്ടികളും ഫുൾ A+ വാങ്ങിക്കേണ്ടതല്ലേ? എല്ലാ കുട്ടികളും ഒരേപോലെ തന്നെ സ്കോർ ചെയ്യേണ്ടതല്ലേ? ഓരോരുത്തരുടെയും ശേഷികൾ വ്യത്യസ്തമാണ്. ഒരു 40 കുട്ടികൾ ഇരിക്കുന്നൊരു ക്ലാസ്സിൽ ഒരേ അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ ചില കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്യും, ബാക്കി ചിലർ വളരെ മോശമായിട്ട് പെർഫോം ചെയ്യും. എന്തുകൊണ്ടാണ്? ഓരോരുത്തരുടെയും അബ്സോർപ്ഷൻ കപ്പാസിറ്റി, ഓരോരുത്തർക്കും ആ ക്ലാസ്സിനെ വിലയിരുത്താൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതികൾ പലർക്കും പലതായിരിക്കും. ചിലർക്ക് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും, മറ്റു കുട്ടികൾക്ക് വായിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. അങ്ങനെയൊക്കെ വ്യത്യസ്തമായിട്ട് സ്കില്ലുകളാണ്. അത് മനസ്സിലാക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കേണ്ടത് നമ്മൾ തന്നെ, രക്ഷകർത്താക്കൾ തന്നെ. എന്താണ് പോരായ്മ? മാർക്ക് കുറയുമ്പോൾ വഴക്ക് പറയാന്നുള്ളതല്ല, എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു, എന്തുകൊണ്ടെന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിലും ഉണ്ടാകണം.
അപ്പോൾ എങ്കിൽ മാത്രമേ കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കുവാനും അവരെ പറഞ്ഞ കണക്ക് നേർവഴിക്ക് നടത്തുവാനും ഒക്കെ നമുക്ക് സാധിക്കത്തുള്ളൂ. അങ്ങനെ നടത്തേണ്ട നല്ല പൗരന്മാരാക്കി മാറ്റേണ്ടത് നമ്മുടെ എല്ലാവരും ഉത്തരവാദിത്വമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അവിടെ സിന്തറ്റിക് ഡ്രഗിന് നമ്മുടെ രാജ്യത്ത് പെട്ടെന്ന് ഈ കോവിഡിന് ശേഷമാണ് പെട്ടെന്ന് ഇതുണ്ടായിരിക്കുന്നത്. കോവിഡിൻ്റെ സമയത്ത് എന്ത് പറ്റി? പെട്ടെന്ന് ലഹരികൾ എത്തിക്കാൻ പറ്റാത്ത മദ്യമാണല്ലോ അതുവരെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ ഒരു ലഹരി പദാർത്ഥം എന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ അന്ന് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എന്താ? എങ്ങനെ വാറ്റുചാരായം ഉണ്ടാക്കാം, എങ്ങനെയാണ് അതിൻ്റെ അവൈലബിലിറ്റി, എങ്ങനെ അത് കിട്ടാം എന്നുള്ളതൊക്കെ ആയിരുന്നെങ്കിൽ അത് പതുക്കെ കഫ് സിറപ്പിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ലഹരി ഉണ്ടാക്കാൻ പറ്റുന്നത്, മറ്റ് മരുന്നുകൾ ചുറ്റുമുള്ള സാധനത്തിൽ നിന്ന് എങ്ങനെ ലഹരി ഉണ്ടാക്കാൻ പറ്റും, ഇതിങ്ങനെ കണ്ടും പഠിച്ചും ഇത് ഗൂഗിൾ അത് കോവിഡ് അങ്ങ് മാറിയപ്പോഴത്തേക്കും എല്ലാവരുടെയും ലഹരി എന്ന് പറയുന്നത് സിന്തറ്റിക് മരുന്നുകളിലേക്ക് എത്തി. സിന്തറ്റിക് മരുന്നുകൾ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റും. ഈ അധ്യാപകർക്കാണെങ്കിലും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കാണെങ്കിലും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമാണ് സിന്തറ്റിക്. പിന്നെ ഇതിൻ്റെ കച്ചവടക്കാരെന്താ ഉദ്ദേശിക്കുന്നത്? പെട്ടെന്ന് അഡിക്ഷൻ ഉണ്ടാക്കാൻ പറ്റണം. മദ്യത്തിന് അത്ര കണ്ട് പെട്ടെന്ന് അഡിക്ഷൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇത് പെട്ടെന്ന് അഡിക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് ഒരു ഉപഭോക്താവിനെ കിട്ടുകയാണ്. അപ്പോൾ കുട്ടികൾ പലർക്കും കാശ് കാണത്തില്ല. ഒരു 3000-4000 രൂപ എടുത്ത് പെട്ടെന്ന് ആഴ്ചയോ അല്ലെങ്കിൽ ദിവസങ്ങൾ ചിലവഴിക്കാൻ കാശ് കാണത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരെ കണ്ണികളാക്കിയിട്ട് അവരും കൂടെ ഇതിൻ്റെ വാഹകരാകും. അങ്ങനെയാണ് ഇതൊരു വലിയ ചെയിനായി നമ്മൾ പണ്ട് മണി ചെയിൻ എന്ന് പറഞ്ഞ കണക്ക് ഇങ്ങനെ വ്യാപിച്ചു പോകുന്നത്. ഇത് നാം മനസ്സിലാക്കിയിരിക്കണം. കൈ വിരലിൻ്റെ ഇടയിലും അല്ലെങ്കിൽ ഇത് ഒളിപ്പിച്ച് കടത്താനൊക്കെ വളരെ എളുപ്പമാണ്. സ്മെല്ലില്ലാത്തതിനാൽ പിടിക്കാൻ വളരെ ഇതൊരു ബുദ്ധിമുട്ട് എന്താണെന്നറിയാം. നമ്മൾ പറയുന്നത് ഡി അഡിക്ഷൻ. ഇപ്പം ആംഫിറ്റമിൻ ഗ്രൂപ്പ് ഓഫ് ഫാമിലീസിൽപ്പെട്ട ഒരു ഡ്രഗ്സാണ് പലത്. MDMA എന്ന് പറയുന്നത്, സ്റ്റാമ്പ് എന്ന് പറയുന്നതും ഒക്കെ. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അഡിക്ഷനാവും. പക്ഷേ ഇതിൽ നിന്നും നമുക്ക് പുറത്ത് വരാൻ വലിയ പാടാണ്. ഡി അഡിക്ഷനിലേക്ക് വരാൻ വലിയ പാടാണ്. അപ്പോൾ മദ്യം നമുക്ക് പെട്ടെന്ന് ഒരുപക്ഷെ 1 മാസം 1.5 മാസമൊക്കെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ട് കണ്ടെത്തിയാൽ ഒരുപക്ഷെ ഡി അഡിക്ഷനിലേക്ക് മാറ്റാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇത് അത്ര എളുപ്പം ഡി അഡിക്ഷൻ വരുന്നൊരു ഇതല്ല. പലപ്പോഴും ഡിപ്രഷനിലേക്ക് പോയി അവൈലബിലിറ്റി നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മൾ എത്രയോ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന നമ്മളെല്ലാം പങ്കെടുക്കുന്നു. എന്തുകൊണ്ടാണ്? മരുന്ന് കിട്ടാതാകുമ്പോൾ പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് അങ്ങ് പോവുക. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ് സമൂഹം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് ഇന്നിപ്പോൾ ആരാധനാലയങ്ങളാണെങ്കിലും മറ്റ് സമുദായ സംഘടനകളാണെങ്കിലും സ്കൂളുകൾ മറ്റ് എല്ലാ റെസിഡൻസ് അസോസിയേഷൻ ഏറ്റെടുത്തുകൊണ്ട് സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് ഒരു വലിയ യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിരിക്കുക. ശരിക്കും നമ്മുടെ രാജ്യത്തിനെതിരെ നടക്കുന്ന ഒരു വലിയ യുദ്ധമായി തന്നെ കാണണം. കാരണം ഈ മരുന്നുകളെല്ലാം വരുന്നത് കൂടുതലും തദ്ദേശീയമായിട്ടുണ്ടാക്കുന്നതല്ല, പുറത്തുനിന്നാണ് വരുന്നത്. കഴിഞ്ഞ മാസം മറ്റോ ഗുജറാത്തിൽ മുൻഡ്ര പോർട്ടിൽ നിന്ന് പിടിച്ച ഒരു ചെറിയ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പം ഇതിലൊരു ടിപ്പ് ഓഫ് ഒരു വലിയ മഞ്ഞുമലയുടെ ഒരു അഗ്രം മാത്രമാണ് ഈ പിടിക്കുന്നതെന്ന് പറയുന്നത്. അത് തന്നെ ഒരു 1350 കോടി രൂപയുടെ ലഹരി പദാർത്ഥം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രാജ്യത്തേക്ക് എത്ര കോടി രൂപയുടെ ലഹരിയാണ് വരുന്നതെന്ന് നോക്കണം. അപ്പോൾ ഇത് കാശിന് വേണ്ടി അല്ല, ഇതൊരു യുദ്ധം തന്നെയാണ്, ഒരു നിഴൽ യുദ്ധം തന്നെയാണ്. ഒരു സമൂഹത്തെ ഇല്ലാതാക്കുക. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്നറിയാമോ? ലോകത്തിൻ്റെ യുവത്വം ഇന്ത്യയിലാണുള്ളത്. ലോകത്തിൻ്റെ ഏതാണ്ട് 29% പറയുകയാണെങ്കിൽ ഈ ചെറുപ്പക്കാരുടെ ഏറ്റവും കൂടുതൽ ഒരു വലിയ സംഖ്യ ലോകത്തിൻ്റെ തന്നെ ഉള്ളത് ഇപ്പോൾ ഇന്ത്യയിലാണ്. അപ്പം നാളെ ഈ ലോകത്തെ നയിക്കാൻ പോകുന്നത് ഇന്ത്യ മഹാരാജ്യമാണ്. അപ്പോൾ ഈ രാജ്യത്തെ എങ്ങനെ തകർക്കാം എന്നുള്ളതിൻ്റെ ഒരു നിഴൽ യുദ്ധത്തിൻ്റെ ഭാഗമാകാം ഈ മരുന്ന് എന്നുള്ളതിനാൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതിൽ പങ്കാളിയാകുക എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ പോരാളിയാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും രാജ്യത്തിൻ്റെ പോരാളിയാകുക എന്നുള്ള നിലയിലേക്ക് വരണം. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് എപ്പോഴും പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം വിശദമായി പറയുവാൻ വേണ്ടിയിട്ട് സാർ ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പം സുരേഷ് ബാബു സാറിൻ്റെ പ്രസംഗം കേൾക്കാത്തവർ ആരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യൂട്യൂബിലൂടെ ഈ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിച്ചിട്ട് ഒരു മഹത് വ്യക്തിത്വമാണ്. ഒരുപാട് തമാശകൾ, ഒരുപാട് പറഞ്ഞ കണക്കും പാട്ടുകളിൽ വരികളിൽ നമ്മൾ കേൾക്കാത്ത അർത്ഥങ്ങൾ സാറ് പറഞ്ഞു തരും. വരികൾക്കിടയിലുള്ള അർത്ഥങ്ങൾ പറഞ്ഞു തരും. കേട്ടുകൊണ്ടിരിക്കാൻ ഇങ്ങനെ മണിക്കൂറുകൾ പോകുന്ന അറിയത്തില്ല. അതുകൊണ്ട് ഒരുപാട് ഗുണമാണ്. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലിൽ ഞാൻ ഇന്നലെ അമ്മയും കൊണ്ട് കാറ്ററാക്ട് സർജറി തിമിരത്തിൻ്റെ ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയപ്പം അവിടെ വെയിറ്റ് ചെയ്യുന്നതിൽ ആരോ ഒരാൾ ഒരുപാടുണ്ടല്ലോ. ചിലർ ഈ ശബ്ദം ഉറക്കി വെക്കും, ചിലർക്ക് ഹിയർ പീസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതിനകത്ത് ഒരെണ്ണം സാറിൻ്റെ ശബ്ദമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, നാളെ സാറ് വരുന്നുണ്ടല്ലോ, സാറിൻ്റെ ശബ്ദത്തിൽ ആരോ ഇങ്ങനെ കേൾക്കുകയാണ്. സാറ് പറയുമായിരുന്നു ബംഗാളിൽ ചെന്നപ്പം അവിടുത്തെ ഗവർണർ സാറിൻ്റെ ഒരു ഫാനാണ്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലൂടെയുള്ള ഇതെല്ലാം കേൾക്കുന്നത്. ഞാനൊരിക്കൽ സാറിൻ്റെ പ്രസംഗം കേട്ടപ്പം KV സുമേഷ് എൻ്റെ കൂടെ സഹസാമാജികൻ, അഴീക്കോട് MLA, അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ കൂടെ ജില്ലാ പഞ്ചായത്ത് ഉണ്ടായിരുന്നു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അഴീക്കോട് MLA കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ
എനിക്കതിന് പെട്ടെന്ന് എൻ്റെ ആദ്യത്തെ ചിന്ത പോയത് വേറൊന്നുമല്ല, ഓ സുമേഷ് അങ്ങനെയാണോ, അപ്പം ഞാനും അങ്ങനെ ആവണമല്ലോ. കാരണം സുമേഷ് എന്നൊരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്ലീസിങ് ആയിട്ടുള്ള ക്യാരക്ടർ. നമുക്ക് ചില വ്യക്തികളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഇഷ്ടം തോന്നുന്നൊരു വ്യക്തികളുണ്ടല്ലോ. അവരൊന്നും ചെയ്യണ്ട, അവർക്ക് നമ്മളോട് ഒരു വാചകം പോലും സംസാരിക്കേണ്ട, പക്ഷെ നമുക്ക് പെട്ടെന്ന് എന്തോ ഒരു ആകർഷണം, ഒരു സന്തോഷം തോന്നും അവരെ കാണുമ്പോൾ. അങ്ങനെ ഒരു വ്യക്തിയാണ് ഈ സുമേഷ് എന്ന് പറഞ്ഞത്. എല്ലാവരോടും നല്ല സൗഹൃദമായി പെരുമാറുന്ന വളരെ നല്ലൊരു വ്യക്തിത്വം. അപ്പോൾ അദ്ദേഹം പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഒരു പാമ്പ് കടിച്ച് അത് വൈപ്പറാന്ന് തോന്നുന്നു അല്ലേ, വൈപ്പർ, അതായത് അണലിയായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അണലിയായിരുന്നപ്പം എന്താ ചെയ്യുക, എന്നെയും വിളിക്കാറുണ്ട്, പട്ട് കടിച്ച് പാമ്പ് കടിച്ചു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വിളിക്കുന്നു. ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുന്നു, അതോടെ തീർന്നു. ഞാൻ പിന്നെ അതൊരു ഫോളോ അപ്പ് ഇതൊന്നും ചെയ്യാറില്ല. പക്ഷേ സുമേഷ് അത് സാറ് 33 ദിവസം ഈ അണലിയെ വിഷവുമായിട്ട് മല്ലിടിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടന്നു. അപ്പോൾ സുമേഷിൻ്റെ ഒരു ഫോളോ അപ്പും കാര്യങ്ങളും ആ പ്രസംഗത്തിൽ പറഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് തോന്നിയത് പാമ്പിൻ്റെ വിഷത്തെക്കുറിച്ചല്ല, ഒരു MLA അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ, ഒരു ജനപ്രതിനിധി ചെയ്യേണ്ട ഒരു കർത്തവ്യം ആ വ്യക്തി എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് പെട്ടെന്ന് എന്നെ ചിന്തിപ്പിച്ചത്. അങ്ങനെ സാറ് പക്ഷേ സാറിന് ഇപ്പോൾ രക്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആൻറ്റിബോഡീസൊക്കെ കാണാൻ സാധ്യതയുണ്ട്. കാരണം ഈ അണലി കടിച്ചു കഴിഞ്ഞാൽ, അണലി വിഷത്തിനല്ല, മറ്റേ ഈ അടുത്ത കാലത്ത് പത്രത്തിൽ ഇവിടെ പേരെന്തായിരുന്നു, ടിം ഫ്രൈഡ് എന്നും പറഞ്ഞൊരു അമേരിക്കൻ പുള്ളി നമ്മുടെ പാമ്പിൻ്റെ വിഷത്തിനെതിരെ, നമ്മൾ പാമ്പിൻ്റെ വിഷം വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്, കുതിരയിൽ നിന്നുണ്ടാക്കിയ സ്നേക്ക് വെനം, ആ സ്നേക്കിൻ്റെ വെനത്തിൻ്റെ മറുമരുന്നാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. ഇത് പുള്ളി സ്വന്തം ശരീരത്തിൽ പുള്ളി ആദ്യം 3 വട്ടം പാമ്പ് കടിച്ചിട്ടുണ്ട്, അങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട്. അപ്പം പുള്ളി അതിൽ നിന്ന് രക്ഷപ്പെട്ടപ്പം പുള്ളി എന്താ ചെയ്ത, പിന്നെ ചെറിയ ഡോസിൽ ഇതങ്ങോട്ട് ഇഞ്ചെക്ട് ചെയ്യാൻ തുടങ്ങി. ഈ പാമ്പിൻ്റെ വിഷം തന്നെ ചെറുതായിട്ട് ഇഞ്ചെക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഏതാണ്ട് 300-400 തവണ ഇത് ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പം പുള്ളിയുടെ ശരീരത്തിൽ ഈ പാമ്പുകളുടെ വിഷത്തിനെതിരെയുള്ള ഇതുണ്ടല്ലോ, ആൻറ്റിബോഡി എന്ന് പറയും, ഇത് ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കും. ഇത് അന്നേരം കുതിരയ്ക്ക് മാത്രമല്ല മനുഷ്യനും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം പുള്ളിയുടെ രക്തത്തിൽ നിന്ന് ഇപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ പാമ്പിൻ്റെ വിഷത്തിനുള്ള മരുന്നുകളൊക്കെ എടുക്കാൻ തുടങ്ങിയിരിക്കുക. അപ്പോൾ ഞാനന്നേരം പെട്ടെന്ന് ആലോചിച്ചു, അങ്ങനെ സാറിനെ അന്ന് അണലിയാണല്ലോ കടിച്ചത്. കാരണം ഇദ്ദേഹത്തെ ടിം ഫ്രൈഡിനെ കൂടുതൽ കടിച്ചത് കോബ്രകളാണ്. അപ്പോൾ അണലിയുടെ വിഷം പുള്ളിയുടെ ശരീരത്തിലില്ല, സാറിൻ്റെ ശരീരത്തിൽ ഈ അണലി വിഷമുള്ളൊരു ശരീരമാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു പരിശോധനയ്ക്കൊക്കെ വിടാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണെന്ന് ഞാൻ സന്ദർഭവശാൽ സൂചിപ്പിക്കുകയാണ്. അതൊന്നുമല്ല, അതിനപ്പുറം സാറിൻ്റെ പ്രസംഗത്തിലുള്ള പെട്ടെന്ന് ഈ പാട്ടുകളെക്കുറിച്ചുള്ള അടുത്ത കാലത്ത് ഞാൻ കേട്ടൊരു പാട്ടിനകത്ത് നമ്മളെ ഇലുമിനാട്ടി എന്നുള്ള പാട്ടില്ലേ, ഇലുമിനാട്ടി നമ്മളെല്ലാം ആസ്വദിച്ചതാണ്, ഡാൻസ് കളിച്ചതാണ്. അപ്പം കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് കുടിക്കും എന്ന് പറയുന്നത്. അപ്പം സാർ അതുവരെ ഈ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ വളരെ സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത്, പ്രസംഗത്തിലെല്ലാം സൗമ്യവും ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ ഈ പാട്ടിനെ കുറിച്ച് പുള്ളി പറഞ്ഞപ്പം വളരെ രൗദ്രഭാവത്തിലാണ് പുള്ളി ഇതെല്ലാം, ഇങ്ങനെയൊക്കെയാണോ പാട്ട് എഴുതുന്നത്, ഇങ്ങനെയൊക്കെയാണോ പിള്ളേരെ വഴിതെറ്റിക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോഴാണ് ഞാനും ഈ പാട്ടിൻ്റെ വരികളൊക്കെ ശരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഞാനെൻ്റെ വണ്ടിക്കകത്ത് ഇടുന്ന ഏറ്റവും കോമൺ ആയിട്ട്, ഞാനല്ല ഇടുന്നത്, കൂടെ വരുന്നത് ഡ്രൈവറൊക്കെ ആയിരിക്കും ഇടുന്നത്, അവർ സ്ഥിരമായിട്ടിടുന്ന പാട്ടുകളിലൊന്നാണ് ഈ കട്ടച്ചോര കൊണ്ട് കുടിച്ച് ജ്യൂസ് അടിക്കും എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴാ വേറൊരു പാട്ട് ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ്, അലങ്കാരത്തിന് കഞ്ഞി മുക്കിയ വെള്ളത്തുണി, പിന്നെ 2 പഞ്ഞി കൊണ്ട് മൂക്കി വെക്കാം, ഇതെല്ലാം കൂടെ പറഞ്ഞിട്ട് അവസാനം പറയുക ആദരാഞ്ജലികൾ നേരുന്നു. അയ്യോ, അപ്പം നമുക്ക് ഈ പറഞ്ഞ കണക്ക് കൊച്ചു പ്രായത്തിലൊന്നും തോന്നത്തില്ല, ഒരുമാതിരി അറ്റാക്കൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആദരാഞ്ജലി തീരുവാണോ. ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെയാണ് നമ്മൾ പലപ്പോഴും വരികൾ ശ്രദ്ധിക്കാത്ത, ലിറിക്സ് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ശ്രദ്ധയിൽ അങ്ങനെ പോകുന്നത്. കുട്ടികളും ശ്രദ്ധിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ അതിനപ്പുറം നമ്മളെ ഒരുപാട് എന്താ പറയുക ചിന്തിപ്പിക്കുകയും നമ്മളെ നല്ല രീതിയിൽ സമൂഹത്തെ മാറ്റിയെടുക്കാനും ഈ നമ്മുടെ മലയാള സാഹിത്യത്തിനും പ്രത്യേകിച്ച് മലയാള സാഹിത്യത്തിന് വലിയ സംഭാവന നൽകിയാണ് മലയാള ചലച്ചിത്ര ഗാനശാഖ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സാറ് വളരെ വിശദമായിട്ട് പഠിച്ചിട്ട് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മതസൗഹാർദ്ദത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സാധാരണക്കാരന് പോലും മനസ്സിലാവുന്ന ഭാഷയിൽ ഒരു കാലത്ത് മലയാള ഭാഷയെ ഏറ്റവും കൂടുതൽ സമ്പന്നമാക്കി മലയാള സമൂഹത്തെ തന്നെ നിർവഹിക്കുന്ന നയിച്ച ഒരു ഗാനശാഖയാണ് മലയാള ചലച്ചിത്ര ഗാനശാഖ. അതിനൊക്കെ ഒരുപാട് സംഭാവനകൾ ഈ നമ്മുടെ നാടിന് നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള വിവിധ വിഷയങ്ങളെക്കുറിച്ചൊക്കെ അഗാധമായി പഠിച്ചിട്ട് വളരെ സരസമായി പറയുന്ന സുരേഷ് ബാബു സാറിൻ്റെ സാന്നിധ്യം തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അദ്ദേഹം ഇതിനുവേണ്ടി കണ്ണൂരിൽ നിന്ന്
രാവിലെ 5:30 അവിടെ നിന്ന് പുറപ്പെട്ടത്. അപ്പോൾ സസൂക്ഷ്മം അതെല്ലാം വീക്ഷിച്ചുകൊണ്ട് ഏറ്റവും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കണമെങ്കിൽ അതും ചോദിക്കാനുള്ള അവസരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇതിനെല്ലാം വേദി ഒരുക്കി തന്ന നമ്മുടെ ട്രിവാൻഡ്രം നഗറിൻ്റെ റെസിഡൻസ് അസോസിയേഷൻ്റെ മുൻ പ്രസിഡന്റ് വിജയൻ സാറുണ്ട്, മുൻ സെക്രട്ടറി ഗിരി അവറുകളുണ്ട്, തുടങ്ങി എല്ലാവരും ഇതിനുവേണ്ടി എഫേർട്ട് എടുത്ത, ഇതിനുവേണ്ടി ശ്രമിച്ച മുഴുവൻ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളെയും ഇത് കേൾക്കാനായി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കൾ, അധ്യാപകർ എല്ലാവർക്കും നല്ല ആശംസകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.